Hey guys, welcome back to my YouTube channel. So ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡ് എ ഡേ വിത്ത് മീ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഇല്ലാത്ത എൻ്റെ ഹോസ്റ്റലിലെ ഒരു ദിവസമാണെന്ന് കാണിക്കാൻ പോകുന്ന. സോ രാവിലെ തന്നെ എണീറ്റു, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി. അപ്പോൾ കോഫി എടുത്ത് കുടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞാണ് ഓർക്കുന്നത് നാളെ ഞങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു. കാരണം എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പഠിക്കാനിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം വലിയ ടോപ്പിക്കായിരുന്നു, ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു സ്വഭാവം? കാരണം പഠിക്കുമ്പോൾ ഇങ്ങനെ പെന്നോ പെൻസിലോ സ്കെച്ചോ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ പഠിക്കാൻ പോകുമ്പം പെൻസിലോ സ്കെച്ചോ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാറ്. ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അലക്കിയ തുണിയൊക്കെ എടുക്കാൻ വേണ്ടി പോയായിരുന്നു ടെറസിൽ. അപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ കാറ്റ്. കോയമ്പത്തൂർ ഇപ്പോൾ ഫുള്ള് ഇങ്ങനത്തെ നല്ല കാറ്റും അത്യാവശ്യം നല്ല ചെറിയ രീതിക്ക് മഴയൊക്കെ ഉള്ളൊരു വെതറാണിപ്പം. നല്ല കാറ്റായിരുന്നു. അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് വന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോർമലി വീട്ടിൽ പോലും ഞാൻ തുണി മടക്കാറില്ല, ബട്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, മെസ്സി ആയിട്ടിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് പിന്നെ ശരി മടക്കി വെക്കാമെന്ന് ഓർത്തിട്ട് തുണിയൊക്കെ അങ്ങനെ മടക്കി വെച്ചു. എന്നിട്ട് പിന്നെ കബോർഡിൽ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് വേഗം പോയി ഫുഡ് എടുത്തിട്ട് വന്ന് ഫുഡ് കഴിക്കായിരുന്നു. ചിക്കൻ ബിരിയാണിയും പിന്നെ സാലഡും ആയിരുന്നു ഇന്നത്തെ ഫുഡ്. സാലഡ് എന്ന് പറയുമ്പോൾ അവർ നല്ല നൈസായിട്ടാണ് ആ ഒനിയനൊക്കെ സ്ലൈസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണിയുടെ ഒപ്പം തന്നെ ചോറിൽ മിക്സ് ചെയ്താണ് ചിക്കൻ പീസ് വെക്കുന്നത്, സെപ്പറേറ്റ് ചിക്കൻ കറി അല്ല. കുഴപ്പമില്ലായിരുന്നു, ഞാൻ കഴിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായതുകൊണ്ട്. അങ്ങനെ അതിരുന്ന് കഴിച്ചിട്ട് പിന്നെ വൈകിട്ടായപ്പോൾ ഒന്ന് പള്ളിയിൽ പോയായിരുന്നു. പള്ളിയിൽ പോയപ്പം അവിടെ എന്തോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പള്ളിയിലൊക്കെ കൂടിക്കഴിഞ്ഞ് നേരെ ഒരു സിനിമക്ക് അങ്ങോട്ട് കയറി. ഈ സിനിമ നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു മൂവിയായിരുന്നു, കാട്ടാഗുസ്തി 2. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചിരിക്കാൻ കുറേ ഉണ്ട് ആ മൂവിയിൽ. പിന്നെ ഒരു കിൻഡർ ജോയും വാങ്ങിച്ച് നേരെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ നൈറ്റ് ഡിന്നറിന് ചോറും നല്ല ബിരിയാണി ചോറും നല്ല ഫിഷ് ഫ്രൈയും ആയിരുന്നു. വീക്കിലി വൺസ് ഇങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടാവും. ഹോസ്റ്റൽ വാർഡൻ്റെ കൊച്ചാണിവൻ. ഇവൻ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കേൾപ്പിച്ചു തരാം. Subscribe, like, share, and follow it. We'll put it on Instagram. Okay? Then you should put bell icon, ding ding. Bye bye.